ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മീൻ പൊള്ളിച്ച റെസിപ്പിയായി വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതിനു മുന്നേ ഞാൻ ആവോലി മീൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് റെസിപ്പിക്ക് പോയാലോ. അപ്പോൾ ഇതാ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ അയില മീൻ നല്ല വൃത്തിയായിട്ട് കഴുകി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഇങ്ങനെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വരയൊക്കെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു പ്ലേറ്റിൽ 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ചെറുനാരങ്ങയുടെ നീര് അത് പിഴിഞ്ഞിട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ കൂടെ ഒരു നുള്ള് മല്ലിയിലയും കൂടി ഇട്ടിട്ടാണ് ഞാൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുള്ള മീൻ അതിൽ നമുക്ക് ഈ മസാല എല്ലാം തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് മസാല തേച്ച് കൊടുക്കാം. അപ്പോൾ അതവിടെ എല്ലാതും ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മിനിമം അരമണിക്കൂർ കേട്ടോ. മാക്സിമം എത്ര വേണേലും എടുക്കാം. നമ്മൾ എത്ര നേരം വയ്ക്കുന്നു അതിനനുസരിച്ചിട്ട് ടേസ്റ്റ് കൂടും. അപ്പം ഞാനിവിടെ ഒരു പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു 3 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ ഉള്ളിയാണ്. അപ്പോൾ മസാലയൊക്കെ ഒരുപാട് വേണമെന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഉള്ളിയുടെ എണ്ണം കൂട്ടിയാലൊക്കെ മതി. അപ്പം ഞാനിതിന് മുന്നേ ആവോലി മീൻ ഉണ്ടാക്കിയപ്പോൾ മസാല കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഉള്ളി എടുത്തത്. അത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതുകൊണ്ടാണ്. നമുക്കൊരു ഏകദേശം ബ്രൗൺ കളറൊക്കെ ആയാൽ മതി. ഒരുപാട് ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണക്കൊന്ന് കുത്തുന്ന മണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നടുകീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഞാനിത് അതുപോലെ നടുകീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം. വലിയ 2 തക്കാളി അരിഞ്ഞ് വെച്ചതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി
നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതാണെങ്കിൽ മുളക് പൊടി കുറച്ചാൽ മതി കേട്ടോ. പിന്നെ പച്ചമുളക് തീരെ എരിവില്ല, അതുകൊണ്ടാണ് ഞാൻ 1.5 ടേബിൾ സ്പൂൺ എടുത്തത്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ വറുത്തെടുക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട്. ഇപ്പോൾ ഇതേപോലെ മീനൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വാഴയുടെ ഇലയിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു വാഴയുടെ ഇല അതുപോലെ വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലാവരുടെയും ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഒരു മീൻ എടുത്ത് വയ്ക്കാം. ഇതിൻ്റെ മുകളിൽ വീണ്ടും മസാല ഇട്ട് കൊടുക്കാം. നമുക്കിത് മടക്കി കെട്ടി വയ്ക്കാം. ഇവിടെ ഞാൻ വാഴയുടെ ആ നൂലിലെ നാര് കൊണ്ട് തന്നെയാണ് ഞാൻ കെട്ടി വയ്ക്കുന്നത്. ഇതുപോലെ നമുക്ക് കെട്ടി വയ്ക്കാം. ബാക്കിയുള്ള മീനുകളെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാനിത് അവിടെ എല്ലാ മീനുകളും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ പാനിൽ ഒന്ന് വേവിച്ചെടുക്കാം. ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വാഴയുടെ ഇലയിൽ കെട്ടി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം.
ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഇത് അതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും അതുപോലെ ആക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.